Is it true? Is it true? Yeah, yeah. 너무 아름다워 두려워. വേണ്ടടാ എന്റെ പെങ്ങളെ മറ്റേ കൈ വെക്കുന്നുണ്ടോ കാല് നാത്തൂനെ വാവേ ഇങ്ങ് വാ. അർജു ലോകേഷേ കേശവ വേണ്ടടാ വിട്. നീ എന്തിനാ ഓന്റെ അടുത്ത് പോയിനി? ഓനെന്തിനാ നിന്റെ കൈ കയറി പിടിച്ചിനി? അതമ്മ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വാവേ ഞാനും വരാന്ന്. ഓൻ കൈ കയറി പിടിച്ചപ്പോ നീ എന്താ ഒന്നും മിണ്ടാണ്ട് നിന്നേ? വാവേ നീ എന്നോട് ഒരാളെ ഇഷ്ടാന്ന് പറഞ്ഞത് ഇവനെ? അപ്പോ നിന്റെ ഇത്രയും ദിവസത്തെ ഒറ്റക്ക് പോക്കുവരവും ഒളിച്ചും പാത്തുള്ള ഉളിയല്ല ഇതായിരുന്നല്ലേ? അതെ ഏട്ടൻ പാവാന്ന് വെച്ചാ എല്ലാം ഒരുപാട് ഇഷ്ടാ. ഈ കാര്യം എങ്ങനെയാണോ നമ്മ അറിയണ്ടേ വാവേ? നിനക്ക് ഒരാൾ ഇഷ്ടാണേല് നീ ആദ്യം വന്ന് ഞങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് നമ്മ തന്നിട്ടില്ലേ? കുട്ടാ നീ ഇതെല്ലാം അറിഞ്ഞിട്ടും നീ എന്താ ആരോടൊന്നും പറയാഞ്ഞേ? ഇതെല്ലാം നാ കുട്ടിക്കളിയാ. അപ്പോ മക്കൾക്ക് നമ്മ അറിയാണ്ട് രഹസ്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലേ സുശു? അങ്ങനല്ല മാമ, ആരാന്നൊന്നും വാപ്പ പറഞ്ഞിട്ടില്ല. ഓള് എല്ലാരോടും ഒരുമിച്ച് പറയുന്നാ പറഞ്ഞേ. ഓളെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയപ്പോ ഞാനായിട്ട് ചോദിച്ചാന്ന്. ഈ പ്രായത്തില് പലതും തോന്നും, ചിന്തിച്ച് തീരുമാനം എടുക്കണം. പിന്നെ നീ ഇതാലോചിച്ച് വിഷമിക്കുന്നത് നമ്മ കാണാനിടയാക്കറ്. ഇല്ല മാമ, എനിക്ക് വിശ്വാസമുണ്ട്. എന്ത് വന്നാലും ജഗത്തേട്ടൻ എന്നെ വിട്ടിട്ട് പോവില്ല. അച്ഛാ ഏട്ടാ പ്ലീസ് നോ പറയല്ലേ. വേറെ ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ മനസ്സിലാവൂലേ? നീ പറഞ്ഞ പോലെ ഓൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷേ ആ സ്നേഹം പിന്നീട് നിനക്കൊരു ബാധ്യതയായിരിക്കും അവേ. ഇത്രയും ആൾക്കാരുടെ ഇടയില് അത്രയും സ്നേഹം കിട്ടി വളർന്നതാ നീ. ഓൻ അങ്ങനെയല്ല. ഓന്റെ ചുറ്റുമുള്ളതല്ല ഓന് മാത്രം എന്നാ വാശിയാവന്. നാളെ നമ്മളെല്ലാം ഉപേക്ഷിച്ച് ഓനെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാ നിന്നെ കൊണ്ട് പറ്റുമോ അവേ? ശരി, നിന്റെ ഇഷ്ടത്തിന് നമ്മളായിട്ട് എതിര് നിൽക്കുന്നില്ല. പക്ഷേ നീ എടുത്ത ആളും ഓന്റെ ചുറ്റുപാടും നീയായിട്ട് ഒത്തുപോകുന്ന നമുക്ക് വിശ്വാസം വരണം. അവര് നിന്നെ നീയായിട്ട് അംഗീകരിക്കുന്ന നേരിട്ട് കണ്ട് സംസാരിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രം ഭാവിയിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. നീ പറഞ്ഞ പോലെ അന്വേഷിച്ച് ഓളെ ജീവിതത്തിൽ നല്ലതാങ്കിൽ മാത്രം. ഏട്ടനോളെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അച്ഛനക്ക് സമ്മതിച്ചു കൊടുത്താ. പിന്നെ ഞാൻ വേണ്ടെന്ന് പറയേണ്ട താമസം ഓനിപ്പോളെ വിട്ടിട്ട് വരും. ഓളെ നടന്ന് അതിന് നീയല്ലവൻ. ഓനോളെ ഇഷ്ടാന്ന് പറഞ്ഞത് ആത്മാർത്ഥായിട്ടാന്ന്. അല്ലെങ്കിൽ ഓനൊരിക്കലും ഓളെ കുറിച്ച് എന്നോട് പറയില്ല. ഓനെ നിനക്കറിയില്ലേ, ഓന് ഇഷ്ടപ്പെട്ടതൊന്നും ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. വേറെ ആയിരിക്കും കൊടുക്കലുമില്ല. അതുകൊണ്ട് ഓന്റെ കൂടെ നിന്ന് ഓളെ ഓനിൽ നിന്ന് പറിച്ചു മാറ്റണം. എന്നാലും എന്ത് കണ്ടിട്ടേട്ടൻ ഓളെല്ലാം ഛേ ഓളെല്ലാം ഈ വീട്ടിൽ വന്ന് കയറിയ
അന്ന് ഞാൻ ഇവിടെ ഇറങ്ങും. ഓളെ ആങ്ങളമാരഞ്ഞ എന്റെ മോനെ നാട്ടുകാരെ മുന്നിൽ വെച്ച് തല്ലിയത്. അതുകൊണ്ട് ഓളെ ആങ്ങളമാരെ വെച്ചിട്ട് തന്നെ അവരെ നമ്മ പിരിക്കും. ജഗത്തെ, വാവ ഞങ്ങൾക്കൊക്കെ എന്താണെന്ന് നിനക്കറിയായിരിക്കും. ഞങ്ങളെ വീടിന്റെ സന്തോഷം പോലും ഓളെ ചുറ്റിപ്പറ്റിയല്ലേ. ഓക്ക് നിന്നെ എത്ര ഇഷ്ടാണെന്ന് നമ്മ ഇന്നലെ കണ്ടതാണ്. നീ മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് അവളെ കൂടെ നടക്കുന്നെങ്കിൽ അത് വേണ്ട. നിന്നെ കുറിച്ച് കേട്ടെടുത്തോളം നീ ഒരു മോശം വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിന്റെ സ്നേഹത്തിന് ഞാൻ സംശയിക്കുന്നില്ല. പക്ഷേ ഓളി വളർന്ന ചുറ്റുപാടും നിന്റെ ജീവിത രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒത്തുപോവാത്തൊരു ബന്ധാണെങ്കിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. ഭീഷണിയാണോ? നിന്റെ ഔചിത്യത്തിനനുസരിച്ച് ചിന്തിക്കാം. എങ്ങനെ ചിന്തിച്ചാലും നീ കാരണം എന്റെ വാവ കാര്യം തോന്നിയ അന്ന് ഈ ബന്ധം ഞാൻ തീർക്കും. ബാക്കി കാര്യങ്ങളിലും നിന്റെ വീട്ടിൽ വന്ന് നിന്റെ അച്ഛനെ കണ്ടതിന് ശേഷം തീരുമാനിക്കാം. എന്നാ ശരി കുമാര. ആ അപ്പൊ പറഞ്ഞ പോലെ വിളിക്കാം. വാടാ. നിക്കടാ, അരുണാട്ടം വിളിക്കുന്നുണ്ട്. നിങ്ങൾ കേറിക്കോ, ഞാൻ വരാം. കുമാര, ഹാ വരണം വരണം, എല്ലാരും ഉണ്ടല്ലോ, കേറി ഇരിക്കും. അല്ല, എന്നാ എല്ലാരും കൂടെ ഈ വഴിക്ക്? മക്കളെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ല, അതിനെപ്പറ്റി സംസാരിക്കാൻ. ഓ അതല്ല എന്നാ ഇപ്പൊ സംസാരിക്കാനുള്ളേ. പിള്ളേരാവുമ്പോ അടിയിടിയെല്ലാം ഉണ്ടാവും. അത് പോട്ട് പ്രായത്തിന്റെ അല്ലേ. അതിന് നിങ്ങ എന്നോടും എന്റെ മോനോടൊന്നും മാപ്പ് പറയേണ്ട മനോര. അതല്ല, മോളെയും ജഗത്തിന്റെയും കാര്യം. അവരെന്ത് കാര്യം? അപ്പോ ഓനൊന്നും പറഞ്ഞിട്ടില്ല? ഇല്ല. എന്തായിരുന്നു? അല്ല, അവര് തമ്മില് ഇഷ്ടത്തിലാന്ന്. അതിന് നിന്റെ മോള് അത്രക്കെല്ലാം വളർന്ന മനോര? കടയിക്കാന്ന പഴയ കളിപ്പാട്ടവും വേണമെന്ന് പറഞ്ഞ് മക്കള് വാശി പിടിക്കും. എന്ന് വെച്ച് തന്നാലാവുന്നത് മാത്രല്ലേ വാങ്ങിക്കൊടുക്കാനാവും മനോര. ദാ നിങ്ങൾ ഇങ്ങോട്ട് കേറി വന്നപ്പോ പോയത് ഒരു ബ്രോക്കറാണ്. ജഗത്തിന് വേണ്ടി പെണ്ണിനെ ആലോചിക്കാൻ വന്നയാ. നല്ല ബിസിനസ്സുകാരൻ തന്തേന്റെ ഒരേ ഒരു മോള്, നല്ല പൂത്ത പൈസക്കാരി. പെണ്ണങ്ങ് ദുബായില് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. നല്ല തറവാടി. ഞാൻ കൈ കൊടുത്ത്. ഇനിയിപ്പോ വാക്ക് മാറ്റാന്ന് വെച്ചാ അല്ല, എന്ത് യോഗ്യതയാണ് നിനക്കും നിന്റെ മോക്കുമല്ലത്. ഓള തന്ത കുമാരനല്ല. ഓള് നല്ലൊരച്ഛന്റെ മോളാന്നുള്ളതാണ് അവക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത. എന്റെ പെങ്ങളെ കെട്ടാൻ തന്റെ മോൻ എന്ത് യോഗ്യതയാ കൂടിയെന്ന് എനക്കൊന്ന് അറിയണം. ഓ, യോഗ്യതയില്ലേല് പിന്നെ എന്തിനാവോ കിട്ടിയൊരുങ്ങി വന്നേ? പേര് ദോഷം മാറ്റാനായിരിക്കും അല്ലേ? പേര് ദോഷ? മനസ്സിലായില്ല. തങ്ങളെ സ്വഭാവ ഗുണം കൊണ്ട് അന്ന് നാട്ടുകാരെ മുന്നിൽ വെച്ച് നീയുവനും ഒക്കെ കൂടെ എന്റെ മോനെ തല്ലിയത് ഇന്ന് നാട്ടിപ്പാട്ടാന്ന്. എന്റെ മോനെ കണ്ണും കൈയും കാണിച്ച് വശത്താക്കാൻ നോക്കിച്ച് മോളെ പേര് ദോഷം മാറ്റാൻ എന്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുന്നു. നാണുല്ലല്ലോടോ. ചേച്ചേ, അനാവശ്യം പറയുന്നാടാ. നിന്റെ പെങ്ങൾക്ക് അനാവശ്യം കാണിക്കാം. ഞാൻ പറഞ്ഞതാ തെറ്റ്. വേരി ചാടുന്ന പെണ്ണിന് കൊട പൊടിക്കുന്ന വീട്ടുകാര്. കുമാര, കുമാര, എന്റെ മോളെ പറ്റി ഇല്ലാന്നത് പറഞ്ഞ എന്റെ വേറൊരു മുഖം നീ കാണും. എന്റെ മോന് നിങ്ങളെ മോളെ ജീവനാന്ന് മനോര. മോനെ കുട്ടാ, നീ ഈ ബന്ധത്തിന് എതിര് നിൽക്കരുത്. നമ്മളെ കുടുംബങ്ങൾ ഒന്നിക്കുന്നതിനും കാശിനെ പോലത്തെ ഒരു മോളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനും എനിക്ക് പൂർണ്ണ സമ്മതമാണ്. താനല്ല തന്റെ അപ്പം സമ്മതിച്ചാലും ഇനി ഈ ബന്ധം നടക്കൂല. തന്റെ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. മാധവ, മനോഹര, നിങ്ങളെങ്കിലും പറ. ഇല്ല, ഇത് നടക്കൂല. അപ്പോ ഇവരെ മുന്നിൽ നല്ല വെള്ള സംബന്ധം വന്നല്ലേ ഇപ്പൊ അങ്ങട്ടെ അതേടോ? മോനെ, ഇവര് വന്നപ്പോ തൊട്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് സമ്മതിക്കരുതെന്നാ പറയുന്നു.
ഇവരെ മോളെ നീ പറ്റിക്കുന്നാണെന്നും ഇവളെ കെട്ടാൻ നിനക്ക് യോഗ്യതയില്ല എന്നൊക്കെയാ പറയുന്നത്. മോളെ കാശി, അച്ഛന് മോളോട് ഒരു വിരോധവും ഇല്ല. അച്ഛന് ഇഷ്ടാ മോൾ ഇങ്ങോട്ട് വരുന്നതില്. പക്ഷേ നിന്റെ ഏട്ടനും വീട്ടുകാർക്കും എന്റെ മോനെ ഇഷ്ടമല്ല. താന്റെ പൊറോട്ട വിശ്വസിക്കാൻ ഓള് താന്റെ മോളല്ലാന്ന് ഓർമ്മ വേണം. താൻ പറയുന്നത് എന്തു തൊണ്ട തൊടാൻ ഈ നിൽക്കുന്ന വിശ്വസിക്കും. പക്ഷെ എന്റെ മോളെ അങ്ങനെയല്ല. ഏട്ടന് ഇതൊന്നും കേൾക്കുന്നില്ലേ? വന്നപ്പോ തൊട്ട് വരന്റെ അച്ഛൻ നാണം കെടുത്തുന്നതാ. ഏട്ടന് അച്ഛനെക്കാളും ഇവളെ വീട്ടുകാരാണ് വലുത്. കളഞ്ഞ് ഇറക്കി വിടാട്ടോ എല്ലാത്തിനും. കാശി, നിനക്ക് എന്നെ വേണോ അതോ നിന്റെ ഈ വീട്ടുകാർ വേണോ? വാവേ നമുക്ക് പോവാം. അച്ഛാ വാ പോവാ. അവര് വന്നു മോളെ രാധു. മാവേ നീയും ഉണ്ടായിനാ? നീയല്ലേ ചങ്ങായിന്റെ കല്യാണത്തിന് പോണൂന്ന് പറഞ്ഞേ? വൈക്കുന്ന കിട്ടി. നിങ്ങെന്നാ മനുഷ്യ ഇങ്ങനെ നിക്കുന്നു? എന്താ ഈ പോയ കാര്യം? പോയ കാര്യ കുമാരന് സമ്മതം, ഇവർക്കാർക്കോ സമ്മതമല്ലാത്ത. എല്ലാം ശരിയാക്കാന്ന് എന്നോട് വാക്കും പറഞ്ഞിട്ട് പോയിട്ട് അവിടുന്ന് നല്ല പൊട്ടിപ്പായി എല്ലാം തീർത്തു തന്ന് എന്റെ പൊന്നാങ്ങള. ദാവാവേ, നീ കണ്ടത് മാത്രല്ല സത്യം. അയാള് നിങ്ങളെ മുന്നിൽ അഭിനയിക്കുന്നാന്ന്. അയാള് നമ്മളെ അച്ഛനെ പോലും അപമാനിച്ചാ സംസാരിച്ചേ. വേണ്ട, നിങ്ങൾ രണ്ട് വീട്ടുകാരും കൂടെ എല്ലാം സംസാരിച്ച് തീരുമാനിക്കുമ്പോ നമ്മ രണ്ടാളും അവിടെ വേണമെന്ന് വെച്ച് ജഗത്തായിട്ട് അച്ഛൻ തന്നെയാ എന്നെ അങ്ങോട്ട് വിളിച്ച്. അയാൾ എന്തിനാ അച്ഛനെ അപമാനിക്കുന്നത്? അയാളല്ല, നിങ്ങൾ അവരെ അപമാനിച്ച് സ്വന്തം തെറ്റ് മറച്ചു വെക്കാൻ മറ്റുള്ളവരെ കുറ്റം പറയരുത്. മോളെ, മാമൻ പറയട്ട്. വേണ്ട, എനക്ക് പറയാനുള്ളത് ഇയാളോടാ. വാവേ, ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തേ? പറഞ്ഞതല്ലേ എനിക്കിഷ്ടാവുന്നത്. എല്ലാരും എതിർത്തപ്പോ എന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞത് നിങ്ങളല്ലേ? എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിയിട്ട് പോയിട്ട് എന്തിനാ ഇപ്പൊ എന്റെ ജീവിതം നശിപ്പിച്ചേ? എന്തിനാ ജഗത്തേട്ടനെ കണ്ട് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയാണെന്ന് ഭീഷണിപ്പെടുത്തിയേ? എന്തിനാ ഞങ്ങളെ തമ്മിൽ പിരിച്ചേ? എന്തിനാ കൂടെ നിന്ന് ചതിച്ചേ? വാവേ, ഞാനവിടെ കണ്ട് നിന്നെ വിട്ടിട്ട് പോകാനൊന്നും ഞാൻ പറഞ്ഞില്ല. നിന്നെ വിഷമിപ്പിക്കരുതെന്നാ ഞാൻ പറഞ്ഞേ. അല്ല, നിങ്ങൾ പറഞ്ഞു എന്നോട് ജഗത്തേട്ടൻ പറഞ്ഞതാ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്ന പോലെ അഭിനയിച്ച് ഞങ്ങളെ പിരിക്കാൻ നോക്കുമെന്ന്. ഞാൻ വിശ്വസിച്ചില്ല. എന്റെ ഏട്ടൻ അങ്ങനെ ചെയ്യൂല എന്ന് വിശ്വസിച്ച്. പക്ഷേ നേരിട്ട് കാണാൻ കേൾക്കുകയും ചെയ്തപ്പോ മതിയായി. വായി തോന്നി വിളിച്ചു പറഞ്ഞാ കിട്ടുന്ന എനിക്ക് വാവേ. നിനക്ക് പ്രാന്താന്ന്. നിന്നോട് ആരും ഓനെ ഉപേക്ഷിച്ച് തരാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളെ വേണോ ഓനെ വേണോന്നോ ചോദിച്ചപ്പോ നീ എന്നല്ലോ ഓനെ വേണ്ട വെച്ചിട്ട് വന്നേ. എന്നിട്ട് ഈടെ കിടന്ന് അയാളെ നാടകത്തിന്റെ ബാക്കി കളിച്ചാലുണ്ടല്ലോ. ശരിയാ, എനക്ക് ഓനേക്കാൾ വലുത് നിങ്ങളെന്നെയാ. അതോട്ട് ഇനി ഇട്ടിച്ച് വന്നേ. പക്ഷെ എന്നെ മനസ്സിലാക്കാത്ത എന്നെ ചതിച്ച ആൾക്കാരൊപ്പം ജീവിക്കാൻ എനക്ക് സൗകര്യമില്ല. ഇവിടെ നിന്നാ ഞാൻ ഇയാളൊക്കെ വെറുത്തു പോവും. കുട്ടാ, ഞാനല്ല മുട്ടി, ഞാൻ അകലത്ത് പറഞ്ഞില്ല. കാരണം നിനക്കറിയില്ലേ, ഓളോടൊന്ന് പറയടാ. എന്റെ വാവ എന്നെ വെറുത്തു പോവാ മുട്ടി. ഇല്ലടാ, നമ്മളെ വാവയല്ലേ. നിന്നോട് പണങ്ങിട്ടൊക്കെ നടക്കാൻ പറ്റുക? ഓള് മിണ്ടു. നീ ഉണ്ണേട്ടനെ വിളിക്കുക. എനിക്ക് ഓനെ കാണണം. ഓനോട് വരാൻ പറയടാ. ഇപ്പൊ ഈ പറഞ്ഞതൊന്നും നീ വിശ്വസിക്കോ ഇല്ലെന്നൊന്നും എനക്കറിയില്ല. അന്നൊരു വാക്കുപോലും എന്നോട് മിണ്ടാണ്ട് നീ ഉണ്ണിയേട്ടന്റെ കൂടെ പോയപ്പോ എന്റെ അവസ്ഥ എന്തായിരുന്നെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടാവാവേ. ചുറ്റുള്ളതൊന്നും എന്റെ അല്ലാത്ത പോലൊരു ശൂന്യതയായിരുന്നു. ആരെങ്കിലും സ്നേഹിക്കാൻ പോലും എനക്ക് പേടിയായിരുന്നു. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഞാൻ ഇത്രയും അനുഭവിച്ചത് പോരെ വാവേ. നിർത്തിക്കൂടെ നിന്റെ വാശി? നിന്റെ
നിന്റെ ഒരു കാര്യത്തിന് ഇടപെടാൻ ഇനി ഞാൻ വരൂല. ചുറ്റും സ്നേഹം കൊണ്ട് മൂടാൻ ആളുണ്ടായിട്ടും അത് കണ്ടില്ലാന്ന് നടിച്ചാല് നീ ഒറ്റക്കായി പോവും ബാവേ. ഒരിക്കലെങ്കിലും എല്ലാം മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിനെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ആവട്ടിയില്ലടാ. ആരോടായിരുന്നു നിന്റെ വാശി? ആ പോയോനോടാ? ഓന്റെ അനിയത്തിയാന്ന് പറയുന്നതിലും വലിയ അഭിമാനമൊന്നും നിനക്ക് ഉണ്ടായിട്ടില്ല വാവേ. നീ ജനിച്ചന്ന് തൊട്ട് നമ്മൾ ആരെക്കാളും നിന്നെ നോക്കിയത് ഓനാന്ന്. ഓന്റെ നെഞ്ചി കൊണ്ട് നടന്നതാ നിന്ന. നിനക്ക് നല്ലതല്ലാത്തതൊന്നും ഓൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല വാവേ. കുട്ടൻസ് ഞാൻ ഓക്കെയാന്ന് എന്റെ ദൈവത്തിയെ, നീ പേടിക്കണ്ട. കൂടുതൽ ആലോചിച്ച് പോകേണ്ട. പോ പോ. ബാവേ മോളെ, മതി മതി, കഴിഞ്ഞത് കഴിഞ്ഞ്. മോനി ഓവറാക്കി എന്നെ കൂടി കരയെ കയ്യില് നിന്റെ സൈക്ലോഡിക്കൽ മൂവൊന്നും നടക്കൂലേ? പോടാ, ചിരിപ്പിച്ച് കൊല്ലുന്ന പോന്നി. ഞാനൊന്നും കരയട്ടടാ. 5 വിരലും ഉണ്ടല്ലോ ബാവേ, വേനീണ്ടാ? എന്തിനാണ് എന്നത് ചിരി? അന്നേരം തിരിച്ചതേ ഒരു മൂടുണ്ടായിട്ട ഞാൻ ഓങ്ങി വെച്ചാണ് പോന്നി. ആ, അത് കുളിച്ച് ഓനൊരു തല്ലിന്റെ കുറവുണ്ടായിനി. എല്ലാം പോട്ട്, ശരിക്കും ഓനെന്തിനാ ഇന്ന് വന്നേ? ഇനി ഇല്ല, ഇത് സ്ഥിരാണ്. എന്നെപ്പം വിളിച്ച് തുറയാക്കും. ഞാൻ എടുക്കലില്ല. ഞാൻ ഗോക്ക് പോയപ്പോ എന്നെ പരിധി ആടെയും വന്നേ. പക്ഷെ എന്നെ ശല്യം ചെയ്യുന്ന കണ്ട് മുന്നേറ്റം നല്ല കൊടുത്ത വിട്ടയാ. ഇവിടെ ഞാൻ വന്നിട്ട് ശല്യം തന്നെയാ ഉണ്ടായേ. ഒരിക്കൽ കണ്ട് സംസാരിച്ച പിന്നെ എന്നെ വഴി വരൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു വരുത്തിയതാ. അയ്യോ, എപ്പാന്നോ നിന്റെ ജീവന്റെ ജീവനായ ജഗത്തേട്ടൻ എനിക്ക് ശല്യായി മാറിയിനി? കുശുമ്പേ ഇല്ല. റിലേഷൻ ഉണ്ടായ സമയത്ത് എന്നോട് കാണിച്ചതല്ല സ്നേഹക്കൂടുതൽ കൊണ്ടാന്ന് വിചാരിച്ചതാ. ഞാൻ ആ പ്രായത്തെ ചെയ്ത തെറ്റ് എല്ലാം വേണ്ടാന്ന് വെച്ച് ഇവിടുന്ന് പോയപ്പോ തൊട്ട് എനിക്ക് വരുന്ന മെസ്സേജിന്റെ കോളിന്റെ എല്ലാ രീതിക്ക് മാറ്റം ഉണ്ടായിന്. ഒരു ഭീഷണി പോലെ. അയാളെ വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ഏടി എത്തൂല പോലെയുള്ള സംസാരം. എന്നെയും കൂട്ടാട്ടനെയും പോലും ചേർത്ത് കഥകളുണ്ടായിന്. അവസാനം ഞാൻ വെറുത്തുപോയി. സഹകെട്ടിട്ടാ കുഞ്ഞേട്ടനോട് പറഞ്ഞ. അല്ലേലും ഈ മനുഷ്യന്മാര് കേട്ടാ പഠിക്കൂല, കൊണ്ടാലേ പഠിക്കൂ. ഇത്രയും മനസ്സിലായിട്ടും പിന്നെ നീ എന്തിനാന്ന് തിരിച്ചു വന്നിട്ടും കുട്ടനോരോന്ന് പറഞ്ഞ്? ഈഗോ, വെറും ഈഗോ. ഫോർ എക്സാമ്പിൾ, പ്ലീസ് പാണ്ടിച്ചക്കൻ ഇറക്കല്ലേ? ഓ, പാണ്ടിച്ചക്കൻ ഇല്ലായിരുന്നെങ്കിൽ നീ കടാപ്പുറത്ത് മനസ്സമ്മയിനെ പാടി നടക്കട്ടിട നന്ദിയില്ലാത്തവനെ. നീ പറയാതെ ഇവിടുന്ന് ഇത്തിരി പുകിലുണ്ടാക്കി പോയി കഴിഞ്ഞിട്ട് ഞാൻ എനക്കൊന്നും അറിയിട്ട് തനിക്കുളം മനസ്സിലായേ. അതുകൊണ്ട് തന്നെ ഈ ബന്ധം അന്നെ കൂട്ടിപ്പോയത് പിന്നീട് എനിക്ക് നല്ല സന്തോഷം തോന്നി. ഇത്രയും കാലം കൂടി ഉണ്ടായി ഇനി പ്രാന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടാ? മനസ്സിലായി നീ ഇനി പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലാടാ. ഇങ്ങനെല്ലാങ്കിലും കൂട്ടാട്ടനെ പറ്റിച്ചു തന്നെയല്ലേ ഞാൻ വിചാരിച്ചേ.
ഏട്ടന് ഇഷ്ടമുണ്ടായിട്ടില്ലെങ്കിൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നില്ലേ? അതിന് പകരം സപ്പോർട്ട് ചെയ്ത് ചീറ്റ് ചെയ്തുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടു പോയെ. എന്നാലും എല്ലാം പറഞ്ഞു തീർത്ത് മുന്നോട്ട് വെച്ചിട്ട് ഞാൻ നാട്ടിൽ വന്നേ. പക്ഷെ ഒരു നാട്ടിൽ കണ്ട ബന്ധ പോലെ അയാളെ കാണിച്ചിട്ടില്ല. അപ്പോ എനിക്ക് ഈഗോ അടിച്ച് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞ പറഞ്ഞപ്പോ എത്ര വേഗം തീർന്ന്. പാവ എന്റെ ചക്കൻ ഷോക്കടിച്ച് നടക്കുന്നുണ്ടായിനി. ഡെയിലി ഉണ്ണിയേട്ടനെ വിളിച്ചിട്ട് നിന്റെ കാര്യം അന്വേഷിക്കലോ എന്റെ പണി. ആ ചക്കൻ നീ പോയ പിന്നെ ചിരിച്ചത് എന്റെ ദേവ് വന്നപ്പോന്ന്. പിന്നെ അതും ഞാൻ തന്നെയല്ലേ ഇറക്കിയത്. വാ 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 കേറി വാ. പാവ കൊറേ നേരെ പുറത്തുനിന്ന് ഒളിഞ്ഞു വെക്കുന്നു. കണ്ടല്ലേ കാഷ്, നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. കുറച്ചുകൂടി മെച്ചൂരിറ്റി കാണിക്ക് കാഷ്. എന്റെ പപ്പ പറഞ്ഞിട്ടുണ്ട് എൽഡേഴ്സ് പറയുന്നത് കേൾക്കണമെന്ന്. അവര് നമ്മുടെ നല്ലതിന് വേണ്ടിയാ പറയണേ. നീ എന്റെ കുട്ടൻസിനെ ഇനി വിഷമിപ്പിച്ചാലേണ്ടല്ലോ നിന്റെ അണപ്പല്ലി ഞാൻ അടിച്ചു പൊട്ടിക്കും. മൈൻഡ് ഇറ്റ്. കൊന്നു കളഞ്ഞേക്ക് ദേവു. അതെ, കൊല്ലും. കണ്ടേട്ടനെ കുറച്ചു ദിവസം എന്ന തീരെ മൈൻഡില്ല. ഞാനത് നോട്ടീസ് ചെയ്തു. ബെറീസ് ഒക്കെ പറയുന്നുണ്ട് സ്വന്തം പെങ്ങള് വന്നോണ്ടായിരിക്കുമല്ലേ നന്ദിയില്ലാത്തവൻ. കുടുംബി, എനിക്ക് ഈ വയലൻസ് തീരെ പിടിക്കുന്നില്ല. കുടുംബി എല്ലാരെയും പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ പോയി പപ്പയെ വിളിച്ചിട്ട് വരാം. ഓം തമ്പുരാട്ടി. യാമി, ഏട്ടൻ ജോൺ വഴി കാഷ്. കുച്ചൻസ് ഓക്കെയാണ്. നീ പോയി മിണ്ടണേ. നീ മിണ്ടിയ എന്റെ കുച്ചൻസ് ഹാപ്പി ആവും. ശരി, എന്നാല് ഞാൻ വീട്ടിക്ക് പോന്നു. എനക്ക് നാളെ പണിക്ക് പോണം. ഭാര്യെ നമുക്ക് പോവാല. धूप में जलते हुए तन को छाया पेड़ की मिल गई. रूठे बच्चे ഐ ലവ് യു ഏട്ടാ. फुसलाने से फिर എന്തിനാ കൂടെ നിന്ന് ചതിച്ചേ? അവക്ക് വിഷമായി കാണുമോ? ഇനി അവക്ക് എന്നോട് ദേഷ്യം കൂടുവോ? ഹലോ, കുമാരനെ നാളെ തല്ലാടാ. ഇവരെ കൊറക്കത് കിട്ടിട്ട് ചേട്ട അവളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. ഒന്നായിരം പോയി പണ്ടായിരുന്നേ. ഇനി തോറത്തിയേ രക്ഷ. അമ്മ ഇനി തള്ള കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. എന്റെ പൊന്നു മുത്തപ്പ. എന്താണ് കോളേജ് മാഷ് ഇവിടെ കിടന്ന് ഇറങ്ങുന്നു? വെള്ളം വേണാടാമന്. എന്റെ പൊന്നുണ്ണി, നിനക്ക് ഇന്നെങ്കിലും പോയി ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചൂടാ? അത് ഞാൻ പോസ്റ്റ്പോണ്ട് ചെയ്ത്. ഇന്ത്യ അല്ലാണ്ട് ചാരു നേരത്തെ കടന്നുറങ്ങിയോടല്ലോ അല്ലേ? പോടാ, നിനക്ക് നിന്റെ ദൊറോത്തിനെ കിട്ടൂലടാ. മീന് തള്ള ഉറങ്ങിപ്പോയാലും ഞാൻ ഉറങ്ങൂല. എന്നാ നീ എടീരി, ഞാൻ പോന്നു. കുട്ടാ, ഓക്കെ അല്ലേ നീ? ഒറ്റക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടാ. കെട്ടിപ്പിടിക്കാൻ ആരെങ്കിലും വേണേനു. നീ വരുന്നാ? ചേട്ട പോയി കിടന്നുറങ്ങടാ ബ്ലഡി ഫുൾ. ഷോ, ഞാൻ മനസ്സ് കണ്ട എന്റെ തുറത്തി മാനത്ത് കാണും. കൊച്ചു കള്ളി. ജനുവരി 8, 2024 രാവിലെ 5 മണിക്കത്തെ എമറാൾഡ് ഫ്ലൈറ്റിൽ കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ആള് ആദ്യം എന്തെന്നാ വിളിച്ചേ? കുട്ടൻസ്. അത് കേട്ടിട്ടൊന്നും തോന്നിയില്ല? ഒരു കുളിരി. മ്ലാച്ച, ഇന്ന് വരെ നിങ്ങളൊന്നും കാണും മുണ്ടും ചെയ്യാത്ത ഒരുത്തി
ഇവിടെ കയറി വന്ന് എല്ലാരെ പേരും ജാതകവും പറയുന്ന കേട്ടിട്ടും ഒന്നും മനസ്സിലായില്ല. ചിന്തിച്ചില്ല. മീനമ്മ പറഞ്ഞു കൊടുത്തതെന്ന് വിചാരിച്ച്. പിന്നെ ആ തള്ളക്കൂല് നമ്മളെ കണ്ടിട്ട് തിരിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ട്രേഡിംഗ് എപ്പം തുടങ്ങി? എക്സാക്ട്ലി ടെല്ലിങ് ഒരു 3-4 കൊല്ലായി. വെറുതെ അല്ല, ഏടറിഞ്ഞാ കൊള്ളുന്നു. എന്റെ പെണ്ണിന് നല്ലോണം അറിയണം. വെറുതെ ആ കെവിനും മൈക്കും ഇൻസ്റ്റാഗ്രാം തുറന്നു വെച്ചിനി ഒരു മെസ്സേജ് അയക്കേണ്ട കാര്യം ഉണ്ടായിട്ടുള്ളൂ. മുൻകപ്പല്ലേ മനസ്സിലായേ. വളർന്നത് കാനഡയിലായാലും സ്വഭാവം നമ്മളെ തന്നെയാന്ന്. ഓളെ രാത്രി 10 മണിക്ക് ശേഷം മാത്രം വിളിക്കുന്ന മമ്മി നീയായിരുന്നല്ലേ? തീർച്ചയായും ഇവിടെ നടക്കുന്ന എല്ലാം വള്ളി പുള്ളി തെറ്റാണ്ട് ഞാൻ അറിയലുണ്ട്. വളയിട്ട് കൊടുക്കുന്നു, ബ്രേസ്ലെറ്റ് ഊറ്റി കൊടുക്കുന്നു. തലക്കടി കെട്ടി കിടന്നത് അറിഞ്ഞില്ലേ? അറിഞ്ഞിനി. അത് അവര് ചെയ്യിച്ചാണെന്നു പറഞ്ഞിനി. തെയ്യത്തിന്റെ അന്ന് ഏട്ടനെ പ്രൊവോക്കിയ യാമിന്റെ കൈ കയറി പിടിച്ചാണെന്നും ആടുന്ന ഏട്ടൻ തല്ലിച്ചയച്ചപ്പോ അതിന്റെ ദേഷ്യം തീർക്കാൻ തലക്കടിച്ചാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എല്ലാം ഞാൻ കാരണമാണെന്നറിയാൻ വൈകിപ്പോയി. അവര് തല്ലാൻ വിചാരിച്ചേ എന്നെയല്ല, കണ്ണനെയാണ്. സോറി കേട്ടാ. സാരൂലപ്പാ, കഴിഞ്ഞല്ലോ പോട്ട്. ഏട്ടനെ ഞാൻ എല്ലാത്തിനും കാരണം. ഞാനാ? ആ പണ്ട് ഞാൻ വാശി പിടിക്കുമ്പോ ചന്തിക്ക് നോക്കി 4 എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് എല്ലാം സാധിച്ചു തരുമല്ല വേണ്ടത്. അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര ദേഷ്യം. എന്നെ വളർത്തി വശലാക്കിട്ട് എന്നാ ഞാൻ മിണ്ടാടോ നിങ്ങൊപ്പം വന്ന് മുട്ടിക്കൂടെ? ആ ഗോയിൽ എന്തെല്ലാം പ്രശ്നം ഞാൻ ഉണ്ടാക്കി. ഒരിക്കൽ സോൾവ് ആക്കാൻ വന്ന ഞാൻ പോകാനിറങ്ങിയപ്പോ എല്ലാരും പോല്ല വാവേന്ന് പറഞ്ഞ് എന്റെ വയ്യ വന്നു. ഏട്ടൻ വന്ന ഇല്ലല്ലോ പുഷ്ടൻ ബ്ലഡ് ഇല്ലാത്തവർ. അതേതാ അപശ്രുതി? വന്നല്ല എന്റെ ഏട്ടത്തി. കുച്ചൻസ് മമ്മി ചവിട്ടുന്നു, കൂർക്കം വലിക്കുക. എനിക്ക് ഉറങ്ങാൻ സ്ഥലം തരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈരാ കിടക്കണേ. മാറങ്ങോട്ട്. ആ അതൊന്നും പറ്റൂല. പോയ വേണ്ടേ, ഞാൻ ഇപ്പം മാമിനെ വിളിക്കും. കുച്ചൻസ് ഇവളോട് മിണ്ടണ്ട. എല്ലാരും മിണ്ടുമ്പോ ഇതൊക്കെ ചാട. ഏട്ടൻ എങ്ങനെ തോന്നി ഈ കീരാങ്കീരിനെ പ്രേമിക്കാൻ? കല 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 എന്നെ. വാട്ട്? കീരാങ്കീരി? അതെന്താ? അടുത്തത്. ആ അനുരാധ ഇപ്പവും കണ്ണിൽ എണ്ണ ഒഴിച്ച് ഏട്ടനെ കാത്തു നിൽക്കുന്നുണ്ട്. ഏട്ടൻ നിന്ന് മൂടിയാ മതി. ഓള് കെട്ടിയോനി മക്കളെ വീട്ടിക്ക് പോണ്ടി വരും. എന്നാ ഞാൻ അവളുടെ അണപ്പലടിച്ച് തെറിപ്പിക്കും. അവളെ ഞാൻ തച്ചലക്കി ഒലുക്കി ആറിടും, വലിച്ചു കുറച്ച് ചാടും. കുറ്റൻസ് എന്തിനാ അവൾക്ക് മെസ്സേജ് അയക്കാൻ പോയേ? അല്ലോലെന്നെ ഞാൻ വിടൂല. എനിക്ക് ദേഷ്യം വരുന്നു. ഏട്ടാ ഇത് കളിക്കുക. ഇവളെന്തൊക്കെ വയലന്റാന്നല്ല. ഞാൻ പോന്നു. നീ വിളപ്പന ഇവിടെ കിടന്നു പോവേ, ഞാൻ പോവാ. പിന്നെ ഒറ്റക്കങ്ങോട്ട് കിടന്നാ മതി. പിന്നെ കല്യാണം കഴിയാതെയാന്നുള്ള ഓർമ്മ വേണം. ഇപ്പം സമീപനം പാലിച്ച ഇതിനെ മാത്രം സഹിച്ചാ മതി. ഇതിന്റെ എല്ലാം പ്രൊഡക്റ്റ് എങ്ങനെയാണോ എന്തോ. അവൾ ഏത് പ്രൊഡക്റ്റിന്റെ കാര്യ കുച്ചൻസ് പറഞ്ഞ്? കണ്ണൻ ദേവൻ കേട്ടിട്ടില്ലേ? ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്നു. റിയലി? ഇതിനെ വെച്ച് ഞാൻ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനാണോ എന്തോ. അങ്ങോട്ട് മാറ്, എനിക്ക് ഉറങ്ങണം. പിന്നെ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ശരിയേ, ഓടിച്ചരാം. ഗുഡ് നൈറ്റ്. എക്സ്ക്യൂസ് മീ മിസ്റ്റർ. എന്തിനാ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുന്നേ? അവിടെ ആരാ? അനുരാധയുണ്ടോ? അല്ല, നിന്റെ അച്ഛൻ ഗോൺസാൽവസ്. പോടാ, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക്. കൈ നീട്ടി വെക്ക്. ഇനി എന്നെ കെട്ടിപ്പിടിച്ചു. ദേവുട്ടിയേ, ഉറങ്ങിയ നീ? നേരത്തെ ഉറങ്ങി. കുരുത്തം കെട്ടത്. ദോറോത്തിയേ, എന്താ? ശരിക്കും നിന്റെ അമ്മേനെ ചവിട്ടി വിട്ടിട്ട് തന്നെയാ നീ വന്നേ? പിന്നല്ലാണ്ട് കുട്ടൻസ് ഇവിടെ വിഷമിച്ചിരിക്കുക. ഞാനില്ലേ ഉറക്കം വരില്ല എന്ന് വിചാരിച്ച് ഞാൻ വന്നതാന്ന് വിചാരിച്ചോ? ചെറുതായിട്ട്. ആ എന്നാ അങ്ങനെ തന്നെ. ഒന്ന് മിണ്ടാണ്ട് കിടക്കൂ.
എന്നാ നീ കുഞ്ഞിത്താലയിലിട്ട് ഉരുട്ടുന്നതിന്റെ തോത്തിയേ. അതില്ലേ കുറ്റൻസ്, ശരിക്കും ഈ ജഗത്തേട്ടൻ ഹീറോ ആണോ വില്ലനാണോ? അമ്മപ്പാ, എന്തായാലും അവന്റെ അച്ഛനും അനിയനും ചെറ്റയാണെന്ന് മാത്രം അറിയാം. ശരിയാ, കൺട്രിമാൻ. ആ മതി, ഉറങ്ങാൻ നോക്ക്. ഒരു ഡൗട്ട് കൂടി. പറ. കുറ്റൻസ് എന്തിനാ ഇലക്ഷൻ ടൈമിൽ അനുരാധയെ പറ്റിക്കാൻ കൂട്ടുന്ന? ഓള കയ്യിലിരിപ്പുണ്ട്. ബട്ട് ഇറ്റ്സ് ചീറ്റിംഗ്, നോ? അനുരാധ ജയിക്കാൻ ചാൻസ് കൂടുതലായിരുന്നു. പക്ഷേ ഓള് ജയിച്ചുകൊണ്ട് കോളേജിനും പിള്ളേർക്കും യാതൊരു ഉപകാരമില്ല ദോറത്തി. വെറുതെ ആളാവാൻ കയറി നിന്നതാണോള്. നല്ല കാര്യത്തിന് വേണ്ടി കുറച്ചെല്ലാം കള്ളത്തരം കാണിക്കാൻ്റെ ദോറത്തിയെ. എന്നാലല്ലേ ഒരു ഫണ്ണുള്ളൂ. ഫോർ എക്സാമ്പിൾ, നീ നിന്റെ അമ്മേനെ പറ്റിച്ചിടാവെന്ന് കിടക്കുന്നില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞ കുട്ടൻസ് വലിയാളാവല്ലേ? ഓ ഇല്ല, പണം. യു ആർ എ ഗുഡ് ബ്രദർ. ക്യാഷ് എന്ത് ലക്കിയ കുട്ടൻസ് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാണുമ്പോ ഐ എം സോ ജലസ്. ഞാനെന്താണ് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ? അതുണ്ട്, എന്നാൽ ഇത് വേറെ. വിഷമിക്കണ്ടേ, നിന്നെ ഞാൻ പങ്ങളാക്കാം. പോടാ, അപ്പൊ ഇതാണല്ലേ മനസ്സിലിരിപ്പ്. വിടൂല കുറ്റൻസ്. അവള് കുട്ടൻസ് ബ്രദറായാൽ എത്ര പ്രൗഡാണോ, ഞാൻ അതിന്റെ ഡബിൾ പ്രൗഡാണ്. ബിക്കോസ് യു ആർ മൈ പാർട്ട്ണർ. അതിന് നിന്റെ മമ്മി സമ്മതിക്കുവോ ദോറത്തിയെ? ആ പെണ്ണുങ്ങൾക്ക് വന്നപ്പോ തൊട്ട് എന്നെ കണ്ടൂടാ. സമ്മതിച്ചില്ലേ മമ്മിയോട് പോവാൻ പറ. അല്ല പിന്നെ കുറ്റൻസിന് എന്താ മമ്മിയെ പേടിയാണോ? അപ്പൊ പപ്പ വന്നാ കുറ്റൻസ് എന്ത് ചെയ്യും? ആരാത്? നിന്റെ പപ്പ ഗോൺസാൽവസ്. കുറ്റൻസ്, എനിക്ക് പേടിയാവുന്നു. സൂപ്പർ.